ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്ന ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബ്രെഡ് പാസ്ട്രിയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പാസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആവശ്യാനുസരണം ബ്രെഡ് സ്ലൈസസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എത്ര ഹൈറ്റിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വിപ്ഡ് ക്രീമാണ്. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാനില എസൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളോ ക്രീം ചീസോ അങ്ങനെയുള്ള ഒരു മിക്സിങ്ങും ചെയ്തിട്ടുള്ള ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാത്രമാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന ചേരുവ എന്ന് പറയുന്നത് ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ചോക്ലേറ്റ് സോസാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. ഇതാണ് പാസ്ട്രിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ടേൺ ടേബിളിലോട്ടേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്ലൈസ് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ്, പഞ്ചസാരയും വെള്ളവും കൂടി നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമുള്ള മിക്സാണ്. അത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ട് തന്നെ 2 ഫ്ലേവറിൽ വരുന്ന പാസ്ട്രി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നടുവിൽ ഞാൻ ഈക്വലായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു ഫ്ലേവറും മറ്റേ സൈഡ് വേറൊരു ഫ്ലേവറും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഒരൊറ്റ കോട്ടിങ് മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആ ചോക്ലേറ്റ് സോസാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു പാസ്ട്രി വളരെ ടേസ്റ്റിയാണ് ചോക്ലേറ്റ് സോസ് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഷുഗർ സിറപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് രണ്ടും നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് വെച്ച സൈഡിലോട്ടേക്ക് ക്രീം ഫില്ല് ചെയ്യുന്ന ജസ്റ്റ് ക്രീം കോട്ട് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ രണ്ടും കൂടി അങ്ങ് മിക്സായി പോകും. എന്നിട്ട് നമ്മുടെ ആ വൈറ്റ് ക്രീം മാത്രം വെച്ച ഭാഗത്ത് ഞാൻ കുറച്ച് ചെറീസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ സൈഡിൽ കുറച്ച് പിസ്ത പൊടിച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതായത് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതേ ലെയേഴ്സ് തന്നെ നിങ്ങൾക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് അതേ രീതിയിൽ ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നട്ട്സൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ ചോക്ലേറ്റ് സ്പ്രെഡിന് പകരം നിങ്ങളുടെ കയ്യിൽ സിറപ്പൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് തയ്യാറാക്കി നോക്കുക. ക്രീം സ്പ്രെഡ് ചെയ്യുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ രണ്ടും ഒരേ ബ്രെഡിൽ വെച്ച് ചെയ്യുന്നതാണ്. ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ 2 സൈഡിലും സെപ്പറേറ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ഫില്ലിങ്സ് രണ്ടിലും കൂടി മിക്സ് ആയിട്ട് രണ്ടിനും ഒരേ ഫ്ലേവർ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു ചെയ്തെടുത്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഈ ചെറി അതുപോലെ തന്നെ ഫ്രഷ് ചെറീസ് കിട്ടുവാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സിറപ്പായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഷുഗർ സിറപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ രണ്ടും കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 സ്ലൈസാണ് വെച്ചത്. അതിനുശേഷം ഞാനിത് കട്ട് ചെയ്തിട്ട് 2 പീസസ് ആയിട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിനെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ക്രീമിനകത്തോട്ടേക്ക് നമ്മുടെ ചോക്ലേറ്റ് സോസ് തന്നെ ഒരു 2-3 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാനൊരു 2-3 സ്പൂണിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ചോക്ലേറ്റ്, നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പാസ്ട്രിയാണ് നമ്മൾ ആദ്യം ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ടേക്ക് ഈ ക്രീം മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക. എനിക്ക് ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. വൈറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫ്ലേവർ. നല്ല ടേസ്റ്റാണ്. വൈറ്റിന് ഇതുപോലെ ജസ്റ്റ് ക്രീം മാത്രം വെച്ചിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും മിക്സ് ചെയ്യാനോ ഒന്നുമില്ല. ആ ക്രീം മാത്രം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡാർക്കും റെഡിയാക്കി എടുത്തു, അതുപോലെ തന്നെ വൈറ്റ് പാസ്ട്രിയും 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ ഗാലക്സിയുടെ ഒന്ന് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. മിൽക്കി ബാറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ അത് ഉപയോഗിക്കുക. ഇതാണ് ഇതിന് കൂടുതലായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പാസ്ട്രിക്ക് ഇതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുവാണ്. അപ്പോൾ ചോക്ലേറ്റ് എത്ര അളവിൽ നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ
അത്രയധികം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് ഒരൊറ്റ ചെറിയ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടിനകത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സാധനം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒട്ടും തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ചോക്ലേറ്റ് സോസൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഇതുപോലെയുള്ള ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കേക്ക്സൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.